Okay. Next, dipole, electric dipole in a non-uniform electric field. Non-uniform electric field. ഇപ്പോൾ നിങ്ങളൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വിചാരിക്കും. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഞാൻ ഇലക്ട്രിക് ഫീൽഡിനെ ഇങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്മൾ മുന്നേ പറഞ്ഞതാണ്, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പം ഇങ്ങനെ ഫീൽഡ് ലൈൻസ് അല്ലേ, ഫീൽഡ് ലൈൻസ് വളരെ ക്ലോസ് ആണെങ്കിൽ അവിടെ ഫീൽഡ് കൂടുതലാണ്. ഫീൽഡ് ലൈൻസ് ഫാർ അപ്പാർട്ട്, ഇതൊക്കെയാണ് ഫീൽഡ് ലൈൻസ്. ഫീൽഡ് ലൈൻസ് ഫാർ അപ്പാർട്ട് ആണെങ്കിൽ അവിടെ ഫീൽഡ് കുറവാണ് എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാം. ഇങ്ങനെ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അർത്ഥം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കില്ല ഇവിടെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഡൈപോൾ വെച്ചു. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മൾ ഡൈപോൾ വെച്ചു. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് വെച്ചു. ഓക്കെ, ഡൈപോൾ പ്ലേസിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ എന്താ പഠിച്ചത്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ പഠിച്ചത് നെറ്റ് ഫോഴ്സ് ഇല്ല. നെറ്റ് ഫോഴ്സ് ഇല്ല, പക്ഷേ ടോർക്ക് ഉണ്ടാവില്ല. ടോയ്ക്കൊരു പി സൈൻ തീറ്റ. പക്ഷേ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാലോ നമ്മൾ പഠിച്ചെന്നാ ഈ പ്ലസ് ക്യൂവിൻ്റെ മുകളിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ് ഇ അല്ലേ. പ്ലസ് ക്യൂവിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങനെയല്ലേ, എഫ് ഈക്വൽ ക്യു ഇ എന്നല്ലേ, എഫ് ഈക്വൽ ക്യു ഇ. അതുപോലെ മൈനസ് ക്യൂവിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഈക്വൽ മൈനസ് ക്യു ഇ എന്ന് നമ്മൾ എഴുതും. പക്ഷേ ഇത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഇതിൽ ഇ എന്ന് പറയുന്നത് ഇവിടെയുള്ള എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഈ എക്സ്റ്റേണൽ നമ്മൾ ഇവിടുന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ് ഇ എന്ന് പറയുന്നത്. ഇത് നോൺ യൂണിഫോം ആയതുകൊണ്ട് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കില്ല ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കില്ല ഇവിടെ. നോൺ യൂണിഫോം ആണ്, എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻ്റ് ആണ് അല്ലേ. അപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ E1 എന്നും ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ E2 എന്നും വിളിക്കുന്നു. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഈ ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ആവുമോ? ഇല്ല. അപ്പം നെറ്റ് ഫോഴ്സ് എന്താവും? നെറ്റ് ഫോഴ്സ് ഈക്വൽ QE1 മൈനസ് QE2 ആവൂലേ. അപ്പോൾ Q ഇൻറ്റു E1 മൈനസ് E2 എന്നല്ലേ കിട്ടുക. എന്ന് വെച്ചാൽ അർത്ഥം എന്നാ, ദിസ് ഡൈപോൾ വിൽ എക്സ്പീരിയൻസ് എ നെറ്റ് ഫോഴ്സ്. ഡൈപോൾ വിൽ എക്സ്പീരിയൻസ് എ നെറ്റ് ഫോഴ്സ്. ഇപ്പോൾ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും എന്ന് പറഞ്ഞാൽ, നെറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അർത്ഥം എന്നാ, ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ഡൈപോളിന് ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും. ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ ഡൈപോൾ ഇങ്ങനെ ഫോർവേഡ് ഡയറക്ഷനിലോ ബാക്ക്വേർഡ് ഡയറക്ഷനിലോ മൂവ് ചെയ്യും, ഇങ്ങോട്ടേക്കോ മൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതിനൊരു ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും ഡൈപോളിന്, നെറ്റ് ഫോഴ്സ് ഉള്ളത് കൊണ്ട്. നെറ്റ് ഫോഴ്സ് 0 അല്ല. പിന്നെ ഇവിടെ ഒരു ഫോഴ്സ് അങ്ങോട്ടും ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ആയതുകൊണ്ട്, അത് കാരണം ഫോഴ്സ് ഇങ്ങനെ ആയത് കാരണം ഡൈപോളിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഡൈപോളിന് എന്തൊക്കെ ഉണ്ടാവും? ഡൈപോളിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ടോർക്ക് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? നെറ്റ് ഫോഴ്സ് ഉണ്ടാകും, ടോർക്ക് ഉണ്ടാവും. അപ്പോൾ ഡൈപോൾ എക്സ്പീരിയൻസ് എ നെറ്റ് ഫോഴ്സ് ആസ് വെൽ ആസ് എ ടോർക്ക്. നെറ്റ് ഫോഴ്സ് ഉണ്ടാവും, ടോർക്ക് ഉണ്ടാവും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാലോ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ നമ്മൾ പഠിച്ചു നെറ്റ് ഫോഴ്സ് ഉണ്ടാവില്ല, പക്ഷേ ടോർക്ക് ഉണ്ടാവും. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ നെറ്റ് ഫോഴ്സും ഉണ്ടാകും, ടോർക്കും ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആണ്. There will be the dipole experience a net force as well as a torque in a non-uniform electric field. Okay. Next, force between two short dipoles. Force between two short dipoles. രണ്ട് ഡൈപോൾ തമ്മിലുള്ള ഫോഴ്സാണ് അല്ലേ. ഫോഴ്സ് ബിറ്റ്വീൻ ടു ഷോർട്ട് ഡൈപോൾസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മൾ രണ്ട് ഡൈപോൾ വിചാരിക്കും. ഡൈപോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു -Q എന്നെടുത്തു, ഇവിടെ +Q. -Q നിന്ന് +Qയിലേക്കാണ് P അല്ലേ. ഇതിൻ്റെ Pനെ ഞാൻ P1 എന്ന് വിളിച്ചു, ഈ ഡൈപോളിൻ്റെ. ഇതുപോലെ വേറൊരു ഡൈപോൾ വയ്ക്കുന്നു, വേറെ ഏതോ ഒരു ഡൈപോൾ. -Q +Q. ഓക്കെ, -Q നിന്ന് +Qയിലേക്കാണ് P. ഇതിൻ്റെ Pനെ നമ്മൾ P2 എന്ന് വിളിക്കുന്നു. P2 എന്ന് വിളിക്കുന്നു. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. അപ്പോൾ ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഡൈപോൾ എന്ന് പറയുമ്പോൾ രണ്ട് ചാർജ് ഉണ്ടല്ലോ അല്ലേ. ഈ ഡൈപോളിൻ്റെ ഫീൽഡ് അവിടെ ഉണ്ടാവും,
ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. ആ ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവും അല്ലേ. ഇത് -Q1 + Q1, ഇത് -Q2 + Q2. രണ്ട് ഡൈപോളാണ്. ഓക്കെ, അപ്പോൾ ആ ഡൈപോൾ ഉള്ളത് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലും ഈ ഡൈപോൾ ഉള്ളത് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് ഒരു ഡൈപോളിൻ്റെ 2 ക്ലാസ് മുന്നേ ഒരു ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചിന്. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഡൈപോൾ അല്ലേ. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചത് എന്താണ്? -PE cos θ എന്നാണ്. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചത് -PE cos θ. -PE cos θ ആ ഇക്വേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഇതൊരു ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, ഏതോ ഒരു ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്. ഇത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മറ്റാരുടെയോ ഇലക്ട്രിക് ഫീൽഡാണ്. ഇത് ഒന്നിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, ഒരു ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്. ഇത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ് എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ഇലക്ട്രിക് ഫീൽഡാണ്. പിന്നെ ഇവർ തമ്മിലുള്ള PU E തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പം നമ്മൾ ഈ ഡൈപോളിനെ എടുക്കുകയെന്ന് വിചാരിച്ചു. ഈ ഡൈപോളിനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ്, ഈ ഇക്വേഷൻ കൊടുക്കുകയാണേ. ഈ ഡൈപോളിനെ എടുക്കുമ്പോൾ ഫസ്റ്റ് ഈ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, എന്ന് പറയുമ്പോൾ P2 -P2 അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്. പിന്നെയോ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, പിന്നെ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അല്ല, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഞാൻ കൊടുത്തു P2, ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റും പിന്നെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ആരുതാ? ഈ ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് P2, പിന്നെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ഇതാണ് എക്സ്റ്റേണൽ. അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഞാൻ E1 എടുക്കുന്നു. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ E1. അപ്പോൾ E1 ആരുതാ? E1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഡൈപോളിൻ്റെ ഈ ചാർജിൻ്റെ ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ്, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, ഇനി ഇതെടുക്കുകയാണെങ്കിൽ P1 എടുക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എടുക്കണം, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എടുക്കണം, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എടുക്കണം. ഇനി അതിനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എടുക്കണം. അപ്പോൾ അതിൻ്റെ P എടുക്കുമ്പോൾ അതിൻ്റെ P എന്ന് പറയുമ്പോൾ P2 അതെടുക്കുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എടുക്കണം. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ E1 എന്ന് വിളിച്ചു, × cos θ. ഇനി P2 E1 തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, U = -P2 E1. E1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെയല്ലേ, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ. ഓക്കെ, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്ന് പറയുമ്പോൾ മക്കളെ ഈ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിലൂടെ നേരെ വരയ്ക്കും. ഇപ്പോൾ ഡൈപോൾ നമ്മൾ ഇങ്ങനെ കുത്തനെയാണ് വെച്ചല്ലേ. അപ്പോൾ ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ലൈനാണ് ആക്സിയൽ ലൈൻ. ഇങ്ങനെ നേരെ വരക്കുന്ന ലൈനാണ് ഇതിൻ്റെ ആക്സിയൽ ലൈൻ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഡൈപോളിന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ എന്താണ്? ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ ഡൈപോളിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് വരക്കുന്ന ലൈനല്ലേ. ഈ ഡൈപോളിന് പെർപെൻഡിക്കുലറായിട്ട് വരക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഇക്വറ്റോറിയൽ ലൈനാണ്. ഇതാണ് ഇപ്പോൾ ആക്സിയൽ ലൈൻ. ഇതിൻ്റെ ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇക്വറ്റോറിയൽ ലൈനാണ്. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിലല്ലേ ആ ഡൈപോളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ. ഓക്കെ, E1 എന്ന് പറയുന്നത് എന്താണ്? E1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെയാണ്, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ. പക്ഷേ ഇതിൻ്റെ ഏത് ലൈനാണ് അത്? ഇതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനാണ്. ആക്സിയൽ ലൈൻ ഇപ്പോൾ ഇങ്ങനെയാണ് വരിക, ഇക്വറ്റോറിയൽ ലൈനാണിത്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഫീൽഡാണ്. ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡ് എത്രയാണ്? ഓക്കെ, ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഫീൽഡാണ് E1. ഓക്കെ, ഇക്വറ്റോറിയൽ ലൈനിൽ ഫീൽഡ് എത്രയാണ്? ഇക്വറ്റോറിയൽ ലൈനിൽ 1/4πε0. ഇക്വറ്റോറിയൽ ലൈനിൽ പഠിച്ചെന്താണ്? 1/4πε0 P/r3. P/r3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെയല്ലേ, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെതാണ്. അപ്പോൾ P1/r3 ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ P1/r3. പിന്നെ cos θ വേണം അല്ലേ, cos θ. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ, ആ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ നമ്മൾ E1 എന്ന് വിളിക്കുന്നത്. E1 ഇതിൻ്റെ ഏത് ലൈനാണ് അത്? ഇതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനാണ്. ഇക്വറ്റോറിയൽ ലൈനിൽ പഠിച്ചെന്നാ ഇക്വറ്റോറിയൽ ലൈൻ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈൻ നിങ്ങൾ പഠിച്ചെന്നാ ഇതിൻ്റെ P എങ്ങനെയാണോ ഈ ഇക്വറ്റോറിയൽ ലൈനിൽ പഠിച്ചത് P ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ അല്ലേ, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ Pക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരിക E1. അപ്പോൾ ഇതിൻ്റെ അവിടെയുള്ള ഇതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലാണ് അതുള്ളത്.
അപ്പോൾ ഇതിൻ്റെ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇക്വറ്റോറിയൽ ലൈനിൽ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ്, ആ ഇലക്ട്രിക് ഫീൽഡ് പീക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും, നമ്മൾ പറഞ്ഞതാണ്. പീക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇക്വറ്റോറിയൽ ലൈനിൽ ഫീൽഡ് ഉണ്ടാവുക. ആക്സിയൽ ലൈനിലാണെങ്കിൽ പീൻ്റെ അതേ ഡയറക്ഷൻ, ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിൽ പീക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആര് തമ്മിലുള്ള ആംഗിളാ തീറ്റ നോക്കൂ. ആര് തമ്മിലുള്ള ആംഗിളാ തീറ്റ? P2ഉം E1ഉം. P2 E1 ഇവർ Pയും Eയും P2 E1ഉം തമ്മിലുള്ള ആംഗിളല്ലേ തീറ്റ. നോക്ക്, ഈ P2ഉം E1ഉം എങ്ങനെയാണുള്ളത്? ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. P2 E1ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് തീറ്റ 180 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ എഴുതുന്നു, തീറ്റ 180 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ cos 180 വരും. cos 180 -1 ആണ് അല്ലേ. അപ്പോൾ -1ഉം മൈനസും പ്ലസ് ആയി. അപ്പോൾ ഇതെന്തായി? 1/4πε0. ടോട്ടലി ഇത് പ്ലസ് ആകും. പിന്നെ P1 P2/r³ ആവും അല്ലേ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇനി നമ്മൾ നമുക്ക് കാണുന്നത് എന്നാ ഫോഴ്സാണ്. ഈ ഡൈപ്പോളും തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടാവുമല്ലോ. കാരണം എന്താ നോക്ക്, ഈ പോസിറ്റീവ് ചാർജും തമ്മിൽ ഫോഴ്സ് വരും, ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഫോഴ്സ് വരും, ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഫോഴ്സ് വരും, നെഗറ്റീവും തമ്മിൽ ഫോഴ്സ് വരും. എന്നാണ് ഈ രണ്ട് ഡൈപ്പോളും തമ്മിലൊരു മ്യൂച്വൽ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു. പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് എങ്ങനെ ഫോഴ്സിലേക്ക് എത്തിച്ചേരും? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ. പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ F = -du/dr ആണ്. ഫസ്റ്റ് ഇയറിന് പഠിച്ചതാണ്. F = -du/dr. ഓക്കെ, അപ്പോൾ F = -d/dr ഓഫ് u. എന്ന് പറയുമ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/4πε0 P1 P2/r³ ആണ് അല്ലേ. അപ്പോൾ F = 1/4πε0 ടേക്ക് ഔട്ട് സൈഡ്. പിന്നെ അതുപോലെ P1 P2 എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെ ഡൈപോൾ മൂവ്മെൻ്റ് ആണ്. ഡൈപോൾ മൂവ്മെൻ്റ് അത് കോൺസ്റ്റൻ്റ് ആണ്. P1 P2 അത് ഇത്രയും ടേം കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി മൈനസ് ഉണ്ട്. ബാക്കി d/dr ഓഫ് 1/r³ അല്ല. 1/r³ എന്ന് പറയുമ്പോൾ r⁻³ അല്ലേ. r⁻³ 1/r³. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ F = -1/4πε0 P1 P2 ഇൻറ്റു ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എന്നാ nx⁻n−1 അങ്ങനെയല്ലേ ഫോം. അപ്പോൾ -3 r⁻³ അല്ലേ, -3 -1 nx⁻n−1 അല്ലേ. അപ്പോൾ F = ഈ മൈനസും എന്തായി പ്ലസ് ആയി. അപ്പോൾ 1/4πε0 ഇവിടെ ഒരു 3 ഉണ്ട് അല്ലേ. 3 P1 P2 1/4πε0 3 P1 P2 ഇൻറ്റു r⁻⁻4 അല്ലേ. r⁻⁻4 ഇങ്ങനെ ആയിക്കോട്ടെ r⁻4 ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ r⁻⁻4. അപ്പോൾ r⁻4 എന്ന് എഴുതാം. ഇതാണ് ഈ രണ്ട് ഡൈപ്പോളും തമ്മിലുള്ള ഫോഴ്സ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഫോഴ്സ് പോസിറ്റീവ് എന്നല്ലേ കിട്ടിയേ. ഫോഴ്സ് പോസിറ്റീവ് ആയ അർത്ഥം എന്തെങ്കിലും ഇതെല്ലാം മുമ്പ് ഞാൻ പറഞ്ഞെന്താ, ഫോഴ്സ് പോസിറ്റീവ് ആയ അർത്ഥം റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. ഫോഴ്സ് നെഗറ്റീവ് ആയ അർത്ഥം അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫോഴ്സ് പോസിറ്റീവാണ് കിട്ടിയത്. പോസിറ്റീവ് കിട്ടിയതിൻ്റെ അർത്ഥം റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡൈപ്പോളും തമ്മിൽ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ വെച്ചാൽ രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. ഈ കേസിൽ റിപ്പൽഷൻ ആയിരിക്കും ഈ വരച്ച പിക്ചർ പ്രകാരം. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r⁻⁴ ആണ്. ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r⁻⁴ ആണ്. ഇത് മെയിനായിട്ട് ഓർമ്മിക്കേണ്ട ഒരു പോയിൻ്റാണ്. ആര് തമ്മിലുള്ള ഫോഴ്സ്? രണ്ട് ഡൈപ്പോൾ തമ്മിലുള്ള. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ചാപ്റ്ററിൻ്റെ ആദ്യം കുളംസിലോ പറഞ്ഞ നേരം പറഞ്ഞു രണ്ട് പോയിൻ്റ് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് എത്രയാണ്? 1/4πε0 Q1 Q2/r² അല്ലേ. അപ്പോൾ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² അല്ലേ. ഇത് രണ്ട് പോയിൻ്റ് ചാർജ് തമ്മിലുള്ള ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ആര് തമ്മിലാണ്? രണ്ട് ഡൈപ്പോളായത്. രണ്ട് ഡൈപ്പോൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓർമ്മിക്കണേ. ഡൈപ്പോൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r⁻⁴ ആണ്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r⁻⁴ ആണ്. നെക്സ്റ്റ് രണ്ട് ഡൈപ്പോളിനെ നമ്മൾ ഇങ്ങനെ വെക്കുന്നു.
ഡൈപോളിനെ മൈനസ് ക്യൂ പ്ലസ് ക്യൂ, ഡൈപോളിനെ നമ്മൾ ഇതൊരു ഡൈപോൾ മൈനസ് Q1 പ്ലസ് Q1, ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് P1. വേറൊരു ഡൈപോളിന് ഇങ്ങനെ വെച്ചു മൈനസ് Q2 പ്ലസ് Q2, ഇത് വേറൊരു ഡൈപോൾ മൈനസ് Q1 പ്ലസ് Qയിലേക്ക് P2, അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് P2. ഒരേ ലൈനിൽ ആക്സിയൽ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് ആക്സിയൽ ലൈനായിട്ട് ആ രൂപത്തിലാണ് വരിക അല്ലേ. ഇങ്ങനെ വെച്ചു. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താ? ഇനി കാണാൻ പോകുന്നത് എന്താണ്? ഈ രണ്ട് ഡൈപോൾ തമ്മിൽ ഉണ്ടാവുന്ന ഇൻട്രാക്ട് ചെയ്യുന്ന ഫോഴ്സാണ് അല്ലേ. പൊട്ടൻഷ്യൽ എനർജി ഇൻഡിക്കേഷൻ എന്താണ്? മൈനസ് പി ഇ കോസ് തീറ്റ എന്നാണ് അല്ലേ. പൊട്ടൻഷ്യൽ എനർജി മൈനസ് പി ഇ കോസ് തീറ്റ എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും? മൈനസ് പി ഇ കോസ് തീറ്റ. ഞാനിവിടെ മൈനസ് P2 എടുക്കുന്നു. P2 എടുക്കുന്നവരെ എന്താ പറഞ്ഞത്? P2 എടുക്കുമ്പോൾ എന്ന് എടുക്കുമ്പോൾ ഇത് ഒന്നിൻ്റെ P, ഇത് മറ്റൊന്നിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ P2 എടുക്കുന്ന സമയത്ത് എന്തെടുക്കണം? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എടുക്കണം. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ E1, P2 E1 അല്ലേ, P2 E1 കോസ് തീറ്റ. അപ്പോൾ U ഈക്വൽ ടു മൈനസ് P2, അപ്പോൾ ആര് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ? P2ഉം E1. P2 E1 P2 എന്ന് പറയുമ്പോൾ മറ്റേത് E1 എന്ന് പറയുമ്പോൾ E1 എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെതാണ്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ, ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ P1ൻ്റെ സ്ഥാനത്തിൻ്റെ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ, അങ്ങനെ ആ രൂപത്തിലാണ്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ, അതാണ് E1. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആക്സിയൽ ലൈനിലല്ല അതുള്ളത്, ഇതിൻ്റെ ആക്സിയൽ ലൈനിലാണ് അതുള്ളത്. ആക്സിയൽ ലൈനിൽ പഠിച്ചെന്നാൽ 1/4πε0. ആക്സിയൽ ലൈനിൽ 2p/r³ ആണ്. 2p എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ, ഇതിൻ്റെതാണ്, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ. അപ്പോൾ 2p എന്ന് പറയുമ്പോൾ ഇതിൻ്റെതാണ്, 2p1 2p1/r³, 2p1/r³ ഇൻറ്റു കോസ് തീറ്റ. ആ രൂപത്തിലെ വരിക. കോസ് തീറ്റ എഴുതണേ. ഇനി നമ്മൾ കോസ് തീറ്റനെ എഴുതുന്ന സമയത്ത് ആര് തമ്മിലുള്ള ആംഗിളാണ് ഇപ്പോൾ തീറ്റ? പിയും ഇ എന്ന് പറയുമ്പോൾ P2ഉം E1ഉം ഇവർ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. P2 E1. E1 എന്താണ്? E1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ, എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആക്സിയൽ ലൈനിലല്ല അതുള്ളത്, ഇതിൻ്റെ ആക്സിയൽ ലൈൻ നിങ്ങൾ പഠിച്ചെന്നാൽ ആക്സിയൽ ലൈനിൽ പഠിച്ചത് ഈ Pൻ്റെ, ഇതിൻ്റെതല്ലേ, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ നോക്കണ്ടേ, ഈ ആക്സിയൽ ലൈനിൽ പഠിച്ചത് Pൻ്റെ അതേ ഡയറക്ഷൻ, ഈ Pൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഫീൽഡ്. ഈ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അവിടെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ Pൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡാണ് E1. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പ്ലേസ്, അത് E1. അപ്പോൾ കോസ് തീറ്റ ആര് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ? P2ഉം E1. P2 E1 അങ്ങനെയുള്ള സെയിം ഡയറക്ഷൻ. P2 E1 സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തീറ്റ എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ കോസ് 0 ആണ്. കോസ് 0 1 ആണ് അല്ലേ. കോസ് 0 1. അപ്പോൾ ഇതെന്തായി? മൈനസ് 1/4πε0 2p1 P2/r³. ഓക്കെ, ഇനി ഫോഴ്സ് കാണേണ്ട മെത്തേഡ് എന്നാ? ഫോഴ്സ് ഈക്വൽ ടു മൈനസ് du/dr അല്ലേ. അപ്പോൾ F ഈക്വൽ ടു മൈനസ് d/dr ഓഫ് യുവിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക. യുവിൻ്റെ സ്ഥാനത്ത് എന്താണ്? മൈനസ് 1/4πε0 2p1 P2/r³ ആണ്. r³. ഇതിൽ മൈനസ് പ്ലസ് ആയി. ബാക്കി ഇത്രയും ടേംസ് പുറത്തെടുത്താൽ എന്ത് വരും? 1/4πε0 2p1 P2 ഇത്രയും ടേം പുറത്തെടുക്കാം. മൈനസ് പ്ലസ് ഇൻറ്റു d/dr ഓഫ് r³ ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ r⁻³ നേരത്തെ അതേ സംഭവം തന്നെ. ഓക്കെ, അപ്പോൾ F ഈക്വൽ ടു 1/4πε0 2p1 P2 ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. നേരത്തെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്തായിരുന്നു റിസൾട്ട്? -3 അല്ലേ, r⁻³ -3 nx⁻n-1 എന്ന് പറഞ്ഞാൽ -3 -1 -4 അതിനായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ F ഈക്വൽ ടു 3 × 2 6. അപ്പോൾ 1 പിന്നെ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ അല്ലേ ഇവിടെ, നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് 1/4πε0 3 to 6 P1 P2 r⁻⁴ എന്നുള്ളത് r⁻⁴. അഗെയിൻ കണ്ടോ, ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r⁻⁴.
ഓക്കെ, അപ്പോൾ രണ്ട് ഡൈപോൾ തമ്മിലുള്ള ഇൻട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r⁴ ആയിരിക്കും. ഇവിടെ നമുക്ക് ഫോഴ്സ് നെഗറ്റീവ് കിട്ടിയില്ലേ? ഫോഴ്സ് നെഗറ്റീവ് കിട്ടിയാൽ ഞാൻ എന്താ പറഞ്ഞത്? ഫോഴ്സ് നെഗറ്റീവ് കിട്ടിയാൽ മീനിങ് ഫോഴ്സ് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഡൈപോളും തമ്മിൽ ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഈ ഒരു പിക്ചർ പ്രകാരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഡൈപോളും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അതാണ് ഈ നെഗറ്റീവ് കിട്ടിയതിൻ്റെ മീനിങ്. ഓക്കെ, ഫോഴ്സ് നെഗറ്റീവ് ആയാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, റെഡി? പിന്നെ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r⁴. ആ പോയിന്റ് വിട്ടുപോകണ്ട. രണ്ട് ഡൈപോൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r⁴ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു സിസ്റ്റം വിചാരിക്കാം. ഇതിൽ നിറയെ എ സിസ്റ്റം ഓഫ് ക്ലോസ്ലി പാക്ക്ഡ്, വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ട് ഇതിൽ നിറയെ ചാർജ് വിചാരിക്കുക. ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ട് ഫുൾ ചാർജ് വിചാരിക്കുക. അപ്പോൾ ഇത് പോയിൻ്റ് ചാർജ് ആണോ? അല്ല, ഒരു ബോഡി നിറയെ ചാർജാണ്. ഇങ്ങനെ എ സിസ്റ്റം ഓഫ് ക്ലോസ്ലി പാക്ക്ഡ് ഡിസ്ക്രീറ്റ് ചാർജസ്, ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. എ സിസ്റ്റം ഓഫ് വെരി ക്ലോസ്ലി പാക്ക്ഡ് ഡിസ്ക്രീറ്റ് ചാർജസ് ഈസ് കോൾഡ് എ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ 3 ടൈപ്പാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഓർ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് വൺ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, തേർഡ് വൺ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ there are 3 types of continuous charge distribution: line charge distribution, surface charge distribution and volume charge distribution. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പം നമ്മളൊരു ലൈന് വിചാരിക്കുക. ലൈൻ സ്ട്രെയിറ്റ് ലൈന് തന്നെ ആവണമെന്നൊന്നുമില്ല, ലൈന്. ഈ ലൈന് നിറയെ യൂണിഫോമായിട്ട് ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് വിചാരിക്കും. അപ്പോൾ ചാർജ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ. ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ. ഇറ്റ് ഈസ് കോൾഡ് എ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനോ, നിങ്ങളൊരു സർഫസ് വിചാരിക്കുക. സർഫസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേണ്ട, ബുക്കിൻ്റെ ഉള്ളിൽ വേണ്ട, ഇതിൻ്റെ സർഫസ് മാത്രമേ വേണ്ടൂ. അങ്ങനെ ഒരു സർഫസിന് നിറയെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സർഫസ്. ഇറ്റ് ഈസ് കോൾഡ് എ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സർഫസ്. ഇറ്റ് ഈസ് കോൾഡ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സർഫസിൽ മാത്രമാണ്, ഈ സർഫസിൽ മാത്രം ചാർജ്. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാലോ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡീൻ്റെ ഓവർ ദ എൻറ്റയർ വോളിയം എന്ന് പറഞ്ഞാൽ ബോഡീൻ്റെ സർഫസിലും ഇതിൻ്റെ ഉള്ളിലും സർഫസിലും ഉള്ളിലൊക്കെ ചാർജ് എന്ത് ചെയ്തിരിക്കുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓവർ ദ എൻറ്റയർ വോളിയം ഓഫ് ദ ബോഡി. ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ എൻറ്റയർ വോളിയം ഓഫ് ദ ബോഡി. അപ്പോൾ സർഫസിലും അതിൻ്റെ ഇൻസൈഡിലൊക്കെ എന്തുണ്ടാവും? ചാർജ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഒരു ക്യൂബ് അങ്ങ് വിചാരിക്കും, ക്യൂബ്. ഓക്കെ, അപ്പോൾ ക്യൂബിൻ്റെ ഇതിൻ്റെ സർഫസിലും ചാർജ് ഉണ്ടാവും അല്ലേ? സർഫസിലും ചാർജ് ഉണ്ടാവും, ഇൻസൈഡും ചാർജ് ഉണ്ടാവും. ഓക്കെ, സർഫസിലും ഇൻസൈഡൊക്കെ ആയിട്ട് ചാർജ് ഉണ്ടാവും. ഈ ഡിസ്ട്രിബ്യൂഷനാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ.
റെഡി? ഓക്കെ. ഇനി ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഒരു ടേം പഠിക്കാനുണ്ട്, അതാണ് ലൈൻ ചാർജ് ഡെൻസിറ്റി. ലൈൻ ചാർജ് ഡെൻസിറ്റി, ലൈൻ ചാർജ് ഡെൻസിറ്റി ഡിനോട്ടഡ് ബൈ ലാംഡ. ലൈൻ ചാർജ് ഡെൻസിറ്റി ഡിനോട്ടഡ് ബൈ ലാംഡ. ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ, ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്ത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്ത്, ഇവിടെ ചെറിയൊരു സെക്ഷൻ എടുത്താൽ ഇതിൻ്റെ ലെങ്ത്ത് ഡി എൽ എന്ന് വിചാരിച്ചു, ലെങ്ത്ത് ഡി എൽ. ഇതിൻ്റെ ചാർജ് ഡി ക്യൂ എന്ന് എടുത്തോ, ചാർജ് ഡി ക്യൂ. അപ്പം ഞാനെന്താ പറഞ്ഞത്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്ത് എന്ന് വെച്ചാൽ ഡി ക്യൂ ബൈ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്ത്, ഡി ക്യൂ ബൈ ഡി എൽ, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്ത്. അല്ലെങ്കിൽ ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഒരേപോലെ എല്ലാവരുടെയും ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ നമുക്ക് ലാംഡേനെ ക്യൂ ബൈ എൽ എന്ന് എഴുതാം. ക്യൂ ബൈ എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ലെങ്ത്ത്, ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ലെങ്ത്ത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ചാർജ് കുളം പെർ ലെങ്ത്ത് മീറ്റർ. അപ്പോൾ കുളം പെർ മീറ്റർ, അപ്പോൾ കുളമ്പ് മീറ്റർ ഇൻവേഴ്സ് ആ രൂപത്തിൽ അതിൻ്റെ യൂണിറ്റ് വരും. അപ്പോൾ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മളെപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സംഭവം എടുക്കേണ്ടി വരും, ലൈൻ ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് കേട്ടാൽ തന്നെ ലാംഡ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ലൈൻ ചാർജ് ഡെൻസിറ്റിയാണ്. ഓക്കെ. അടുത്ത സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിനോട്ടഡ് ബൈ സിഗ്മ, സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിനോട്ടഡ് ബൈ സിഗ്മ. അപ്പോൾ സർഫസ് ചാർജ് അല്ലേ, അപ്പോൾ ഈ സർഫസിൽ ഒരു ചെറിയ സെക്ഷൻ വിചാരിക്കാം. ഓക്കെ. ഇതിലുള്ള ചാർജ്, ഇതിൻ്റെ ചാർജിനെ ഞാൻ ഡി ക്യൂ എന്ന് വിളിക്കുന്നു, ചാർജ് ഡി ക്യൂ. ഇതിൻ്റെ ഏരിയ ഡി എ, ഏരിയ ഡി എ. ഓക്കെ. ഏരിയ, ഇതിൻ്റെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഏരിയ. ഓക്കെ. അപ്പോൾ ഏരിയ ഡി എ എന്നെടുത്തു. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഡി ക്യൂ ബൈ ഡി എ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഓക്കെ. ഇതിൽ ഈ ചാർജ് ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ, ഇഫ് ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, അങ്ങനെയാണെങ്കിൽ ഇതിനെ ക്യൂ ബൈ എ എന്ന് എഴുതാം. ക്യൂ ബൈ എ എന്ന് വെച്ചാൽ ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ഏരിയ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ചാർജ് കുളമ്പ് ഏരിയ മീറ്റർ സ്ക്വയർ, അപ്പോൾ കുളം പെർ മീറ്റർ സ്ക്വയർ വരും. ഓക്കെ. അപ്പോൾ ഇതിൽ അപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ വെച്ച് ചെയ്യണം, സിഗ്മ വെച്ച് ചെയ്യണം. ലൈൻ ചാർജ്, അപ്പോൾ ഇത് ഓർമ്മിക്കണേ, ലൈൻ ചാർജ് ആണെങ്കിൽ ഇതെല്ലാം അടുത്ത ക്ലാസ്സിലൊക്കെ വേണ്ടതാണ്, ഓർമ്മിക്കുക. ലൈൻ ചാർജ് ആണെങ്കിൽ ലാംഡ വെച്ച് ചെയ്യണം, പേര് ലൈൻ ചാർജ് ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്ത്. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ വെച്ച് ചെയ്യണം, എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ വെച്ച് ചെയ്യണം. അടുത്ത വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ കേസിൽ വോളിയം ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി ഡിനോട്ടഡ് ബൈ റോ. വോളിയം ചാർജ്, ഈ വലിയ ക്യൂബിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ ക്യൂബ് വിചാരിക്കും ഇതിൻ്റെ ഉള്ളിലായിട്ട്, അങ്ങനെ വിചാരിച്ചോ. ഇതിൻ്റെ ചാർജ് ഡി ക്യൂ, ഇതിൻ്റെ വോളിയം ഡി വി. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് ചാർജ് പെർ യൂണിറ്റ് വോളിയം, ചാർജ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ ഡി ക്യൂ ബൈ ഡി വി, ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഇനി ചാർജ് യൂണിഫോംലി, എല്ലാവരുടെയും ഒരുപോലെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ എങ്ങനെ എഴുതാം? ഈക്വൽ ക്യൂ ബൈ വി എന്ന് എഴുതാം, ക്യൂ ബൈ വി, ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ വോളിയം, ചാർജ് പെർ യൂണിറ്റ് വോളിയം, അങ്ങനെയും എഴുതാം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ചാർജ് കുളമ്പ് വോളിയം മീറ്റർ ക്യൂബ്, അപ്പോൾ കുളം പെർ മീറ്റർ ക്യൂബ് അങ്ങനെ വരും അതിൻ്റെ യൂണിറ്റ്. ഓക്കെ. അപ്പോൾ ഇത് ഓർമ്മിക്കുക, ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ലാംഡ, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ സിഗ്മ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ റോ, അതിന് പേര് വോളിയം ചാർജ് ഡെൻസിറ്റി, റോ എന്നുള്ള ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, റെഡി?